അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ ആദരണീയരായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ കാസിം ക, ഇതിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട റസാഖ് സാഹിബ്, ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചിട്ടുള്ള ഏറെ ആദരണീയയായ പ്രേമേച്ചി, വേദിയിലും സദസ്സിലുമുള്ള ഏറെ വിശിഷ്ടരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നാട്ടുകാരെ, സർവശക്തനായ പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്താണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഇന്ന് വരെ ഒരൊറ്റ നോട്ടീസും പ്രിൻ്റ് ചെയ്തിട്ടില്ല. എവിടെയും ബ്രോഷർ അടിച്ച് വിതരണം ചെയ്തിട്ടില്ല. സാധാരണ ഇത്തരം സേവന സംരംഭങ്ങൾ ചെയ്യാറുള്ള ഒരു പബ്ലിക് റിലേഷൻ വർക്കും ചെയ്യാത്ത ഒരു ട്രസ്റ്റാണിത്. ഒരുപാട് വർഷങ്ങൾ, ഏതാണ്ട് 3 പതിറ്റാണ്ടിലേറെ കാലമായി കണ്ണാടിക്കൽ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. സാധാരണ ടച്ചിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്ത് ഇതുപോലെയുള്ള താക്കോൽദാന പരിപാടികളും ഉദ്ഘാടന പരിപാടികളുമൊക്കെ നടക്കുന്നിടത്ത് ടച്ചിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുമ്പോൾ പറയാത്ത, ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഈ പറമ്പിൽ വെച്ച് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ഏറെ പ്രിയങ്കരായ അബ്ദുള്ളക്കായും സൗദത്തായും ഇവിടെ ഇല്ല സദസ്സിൽ നിന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാം. അവരത് കേൾക്കണ്ട. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. നന്മകൾ പറയുകയും പ്രചരിപ്പിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതും നന്മയാണ് എന്നതുകൊണ്ടാണ് ഞാനതിന് ഈ നാട്ടിൽ വെച്ച് തുനിയുന്നത്. 2011 ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതിനും എത്രയോ മുമ്പ് 1990കളിൽ തന്നെ വളരെ സജീവമായിട്ട് കണ്ണാടിക്കൽ പ്രദേശത്ത് ആളുകൾ ഇങ്ങനെ നിരന്തരമായി വരികയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതുപോലെ തന്നെ വിഷയങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കേട്ടറിഞ്ഞ് അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ദുള്ള സാഹിബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചില ആവശ്യങ്ങൾ, എനിക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ, ഒരു വീട് പുനർനിർമ്മാണത്തിന്, അതിൻ്റെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടൊരു സഹായം വേണം എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അപ്പം ഈ വീട്ടുകാരൻ തന്നിട്ടുള്ള എസ്റ്റിമേറ്റ് ഒരു 10,000 ഉറുപ്യ വേണം എന്നാണ്. അപ്പം അദ്ദേഹം അത് നോക്കി എന്നിട്ട് പറഞ്ഞു, ഇത് ആരാ പറഞ്ഞു ഇതിന് 10,000 വേണം? സാധാരണ എത്ര ആൾക്കാർ പറയാം, അത് വേണ്ടാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുക. നമുക്ക് നാളെ പോയി കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഉറപ്പാണ് അതൊന്നും കിട്ടൂല എന്നാണ്. പക്ഷെ അദ്ദേഹം വീണ്ടും ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞു. അവിടെ പോയി. എന്നിട്ട് വീട്ടുകാരനെ നോക്കി, പ്ലാനൊക്കെ നോക്കി, അന്ന് തന്നെ ആ കാലത്ത് എത്രയാണോ ആ വീടിൻ്റെ നിർമ്മാണത്തിന്, റിപ്പയറിങ്ങിന് ശരിക്കും ആവശ്യമുള്ള സംഖ്യ, അതൊരാവശ്യപ്പെട്ടതിനേക്കാൾ 5 ഇരട്ടിയിലധികം സംഖ്യ അവിടെ കൊടുത്ത് ചെലവഴിച്ചാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആളുകളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അത് ചെയ്തു കൊടുക്കുന്ന ഒരു രീതി ധാരാളക്കണക്കായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഫലം ലഭിച്ചിട്ടുണ്ട്. ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള പേരിൽ 2011 നമ്മളെ കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടി ഇത് രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യോഗങ്ങൾ ചേരും. നമ്മളൊക്കെ നാട്ടിൽ വരുന്ന സമയത്താണ് ഓഫ്ലൈനിൽ യോഗം ചേരുക. അങ്ങനെ യോഗം ചേരുമ്പോൾ ധാരാളക്കണക്കായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് ചർച്ച ചെയ്യും, പോകും, അന്വേഷിക്കും. ചിലത് നമ്മളെ ഏൽപ്പിക്കും, ചിലത് വേറെ ആളുകളോട് വിളിച്ച് ചോദിക്കും. പടച്ചതമ്പുരാന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഏതാണ്ട് 500ഓളം വീടുകൾ ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ
പ്രവർത്തന ഫലമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. 500ഓളം വീടുകൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം നിർമ്മിച്ചു കൊടുത്താൽ എത്രയായിരിക്കും അവരുടെ ഒരു പരസ്യവും പബ്ലിക് റിലേഷനും എന്നത് ചിന്തിക്കുമ്പോഴാണ് ടച്ച് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുക. 500ഓളം കുടുംബങ്ങൾ ടച്ചിന്റെ പ്രവർത്തന ഫലമായി വെയിലും മഴയും കൊള്ളാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കർണാടകയിൽ, കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലോ കോഴിക്കോടോ മാത്രമല്ല, കർണാടകയിൽ കുടകിൽ ഉണ്ടായിട്ടുള്ള പ്രളയ സന്ദർഭത്തിൽ അവിടെ ചെല്ലുകയും അവിടെ ഒരു ഹൗസിംഗ് പ്രോജക്റ്റ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കുകയും ചെയ്തു. വയനാട്ടിൽ 2 ഘട്ടങ്ങളിലായി. ആദ്യഘട്ടം അവിടെ പ്രളയം നടക്കുന്ന സമയത്ത് ഞാനിവിടെ കുറ്റ്യാടി താമസിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ വയനാട് സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രളയം ഉണ്ടായപ്പോൾ കുറ്റ്യാടിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്നതിന് പകരം കോഴിക്കോട് കണ്ണാടിക്കിലേക്ക് പോയി അബ്ദുള്ള ഖാനെ കണ്ടു, വിവരം പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ കയ്യിലൊരു കാശ് എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇതുമായിട്ട് വേഗം പോയിക്കോ, ഇന്ന് എൻ്റെ കണ്ണിന് ചെറിയൊരു രോഗമുണ്ട്, അത് മാറുകയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ അവിടെ എത്തും. അത് പറഞ്ഞ പോലെ തന്നെ പടച്ചതമ്പുരാൻ പെട്ടെന്ന് ശിഫയെ കൊടുത്തു. അദ്ദേഹം ഇവിടെ വന്നു. 10 ലക്ഷം രൂപയുടെ റിലീഫ് ആ സമയത്ത് അവിടെ നടത്തിയത് ഞാൻ അനുസ്മരിക്കുകയാണ്. അത് അവിടെയുള്ള പ്രവർത്തകർക്കും തന്നെ നൽകിയിട്ടുള്ള വലിയൊരു ആത്മവിശ്വാസം, അത് നൽകിയിട്ടുള്ളൊരു പ്രചോദനം, പ്രോത്സാഹനം, അതുവഴി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള വലിയ ഈ മാർഗത്തിലുള്ള സ്വാധീനം യഥാർത്ഥത്തിൽ തന്നെ സ്മരണീയമാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള 2ാം ഘട്ട പ്രളയത്തിൽ അതുപോലെ തന്നെ ഉള്ള വലിയ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു. ഹൗസിംഗ് പ്രോജക്റ്റ് ഏറ്റെടുത്തു. അതിന് പുറമെ നിലമ്പൂരിൽ ഹൗസിംഗ് പ്രോജക്റ്റ് ഏറ്റെടുത്തു. ഒരിക്കലും ടച്ചിന്റെ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുസ്തഫക്ക, KP മുസ്തഫ, കനിവ് മുസ്തഫ എന്നാണ് പറയാം. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോഴും അങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ ക്യാൻസർ രോഗികൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ കോഴിക്കോട് മാവൂരിനടുത്ത് MVR ക്യാൻസർ സെന്റർ ഉണ്ട്. അവിടെ നമുക്ക് ഒരു കനിവിൻ്റെ ഒക്കെ മാതൃകയിലുള്ള ഒരു സ്ഥാപനം ഉണ്ടാവുകയാണെങ്കിൽ വലിയ ആശ്വാസമാണ് എന്ന നിലക്ക് ടച്ചിൻ്റെ യോഗത്തിൽ വെച്ച് പറയുകയും അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും MVR ക്യാൻസർ സെന്ററിന് സമീപത്ത് ബഹുമാന്യനായ T ആരിഫലി സാഹിബ് തറക്കല്ലിട്ടിട്ടുള്ള സിനർജി ഹോം, അത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്ഥലവും പൂർണ്ണമായും തന്നെ ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് വാങ്ങി എന്നിട്ട് കനിവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ വിഷൻ 2026 ബന്ധപ്പെട്ട് വിഷൻ 2016 എന്ന പേരിൽ അത് തുടക്കകാലത്ത് തന്നെ ടച്ചിൻ്റെ സഹായങ്ങളും സഹകരണവും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ നടന്നിട്ടുള്ള വലിയ കലാപാനന്തരം അവിടെ നടന്നിട്ടുള്ള റിലീഫ് പ്രവർത്തനങ്ങളിൽ ടച്ചിൻ്റെ സ്പർശം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണം കിട്ടാത്ത ആരെ കണ്ടാലും നിങ്ങൾ യോഗം കൂടാനൊന്നും നിൽക്കണ്ട, അവർക്ക് കിറ്റ് വാങ്ങിക്കൊടുത്തോളൂ എന്നതാണ് ട്രസ്റ്റ് അംഗങ്ങളായ ഞങ്ങൾക്ക് ചെയർമാൻ നൽകിയിട്ടുള്ള ഒരു ഓഫർ. ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിട്ട് പ്രത്യേകിച്ച് ടച്ച് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും നടത്തുന്ന, വളരെ വ്യവസ്ഥാപിതമായിട്ട് നടത്തുന്ന, കൃത്യമായി ഫീൽഡിൽ സ്റ്റഡി നടത്തി ലിസ്റ്റ് തയ്യാറാക്കി വളരെ കൃത്യമായ ഒരു കുടുംബത്തിന് മതിയായ അത്രയും അളവിൽ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ കിറ്റുകളുടെ വിതരണവും ടച്ച് ചെയ്യുന്നു. സൗദത്താൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ അപേക്ഷയായിട്ട് വരികയും കേട്ടറിഞ്ഞ് സൗദത്താൻ കൊണ്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ വിവാഹ സ്വപ്നം, സാമ്പത്തികം ഒരു തടസ്സമായി നിൽക്കുന്ന ഒട്ടേറെ കുടുംബങ്ങൾ വലിയ സഹായവും ആശ്വാസവും ചെയ്യാൻ ടച്ചിന് സാധിച്ചിട്ടുണ്ട്. ഇതിനോടൊക്കെ ഒപ്പം കനിവ് മെഡിക്കൽ കോളേജിലെ കനിവുമായി ബന്ധപ്പെട്ട് മുസ്തഫ എപ്പം വരുമ്പോഴും, മുസ്തഫാന്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ടച്ചിന്റെ യോഗത്തിൽ എപ്പോൾ വരുമ്പോഴും ഓരോ പ്രോജക്റ്റായിട്ടാണ് വരിക. അത്തരം പ്രോജക്റ്റുകൾ വളരെ ആവേശപൂർവ്വം ഏറ്റെടുക്കുകയും അത് നിർവഹിക്കുകയും അതിൻ്റെ മുന്നോട്ട് പോക്കിൽ വളരെ വലിയ ഒരു പങ്ക് ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് നിർവഹിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ റസാഖ് പാലേരി സോളിഡാരിറ്റിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്
ഞാൻ ജനസേവന വിഭാഗം സെക്രട്ടറി ആയിരുന്നു. അന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു, കനിവിൽ നമുക്കൊരു പ്രഭാത ഭക്ഷണ പരിപാടി സോളിഡാരിറ്റിക്ക് തുടങ്ങണം. അപ്പോഴും നമ്മൾ ആദ്യം സമീപിച്ചത് അബ്ദുൽ തന്നെയാണ്. 15 ദിവസത്തേക്കുള്ളത് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ നൽകിയതിൽ നിന്നാണ് അത് ആരംഭിച്ചത്. അത് പിന്നീട് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയി. അത് പിന്നെ കനിവ് ഔദ്യോഗികമായിട്ട് തന്നെ അത് ഏറ്റെടുത്തു. അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങിയതും ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഹ്രസ്വമായ പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കും. അത് ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള ചോല എന്നതാണ്. കോഴിക്കോട് പൈമ്പ്രയിൽ ചോല എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇവിടെ ഈ ചില്ലയുടെ ഉദ്ഘാടന വേദിയിൽ ഇവിടെ ഇത് പങ്കെടുക്കാൻ വന്നിട്ടുള്ള ഓരോരുത്തരെയും ടച്ച് ചാരിറ്റബിൾ ട്രസ്റ്റിനു വേണ്ടി ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഒറ്റക്കും ചെറിയ ചെറിയ സംഘങ്ങളൊക്കെ ആയിട്ട് വരണം. ആ ഹൗസിംഗ് പ്രോജക്റ്റ് നിങ്ങൾ കാണണം. എങ്ങനെയാണ് ഒരു ജനസമൂഹത്തെ അവരുടെ പാർപ്പിട പ്രശ്നത്തെ പരിഹരിക്കാൻ ഏറ്റവും ആധുനികമായ രീതിയിൽ എങ്ങനെ സാധ്യമാകും, കുറ്റമറ്റ നിലയിൽ എങ്ങനെ നടത്താൻ കഴിയും എന്നതിൻ്റെ ഒരു നല്ല മാതൃക അവിടെ നിങ്ങൾക്ക് ലഭിക്കും. ചോല പ്രോജക്റ്റ് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് അബ്ദുള്ളക്കാന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ട്രസ്റ്റ് അംഗങ്ങൾ കേരളത്തിലെ ഒട്ടേറെ ഇത്തരം സംരംഭങ്ങൾ നടക്കുന്നിടത്ത് സന്ദർശിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും ഒക്കെയുള്ള ഇത്തരം പ്രോജക്റ്റുകൾ സന്ദർശിച്ച് അവിടങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി ആളുകൾ താമസിക്കുന്നിടത്ത് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പഠിച്ച് അതിനെങ്ങനെ മറികടക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംരംഭമാണ് ചോല എന്ന് പറയുന്നത്. 50 കുടുംബങ്ങളെ പാർപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളത് ആരംഭിച്ചത്. അവിടേക്ക് കയറി ചെല്ലുന്ന ഒരാൾക്ക് കോഴിക്കോട് സിറ്റിയിലെ വലിയ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ താമസിക്കുന്ന ഹൗസിംഗ് കോളനികളെ പോലെ ഉള്ള ഒരു ഫീൽ ലഭിക്കുന്ന ഒരു നല്ല അന്തരീക്ഷം അവിടെയുള്ള ആളുകൾക്ക് പഠിക്കാം. അവിടുന്ന് ആളുകൾ ഇവിടെ വന്നിരുന്നു. നമ്മുടെ ഉദ്ഘാടന പരിപാടിയിൽ അവിടെയുള്ള കുറേ കുടുംബങ്ങളും വന്ന് പങ്കെടുത്തിട്ടുണ്ട്. വളരെ നല്ല ഒരു പ്രോജക്റ്റ്. ആ അർത്ഥത്തിൽ പലരും അവിടെ സന്ദർശിക്കാൻ വരുന്നു. അത് മാതൃകയാക്കിയിട്ട് പലയിടങ്ങളിലും ഇത് ആരംഭിക്കുന്നു. നിങ്ങളെയും അങ്ങോട്ട് വളരെ ഹാർദമായിട്ട് ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഞാൻ വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. മുമ്പിൽ അബ്ദുള്ളക്ക ഉണ്ട്, പിറകിൽ സൗത്ത ഉണ്ട് എന്നതുകൊണ്ടാണ്. നിങ്ങൾ എങ്ങാനും ഈ പറയുന്നത് ഇഷ്ടപ്പെടാതെ എൻ്റെ നേരെ മണ്ണുവാരി എറിഞ്ഞേക്കുമോ എന്ന ഭയം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്തായാലും പറയണമെന്ന് തീരുമാനിച്ചുറച്ചതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാ അർത്ഥത്തിലും ഇത് മുന്നോട്ട് പോകുമ്പോൾ ഖത്തറിലാണ് അബ്ദുള്ളക്കാന്റെ ബിസിനസ് പ്രധാനമായിട്ട്. ഖത്തറിൽ ഈ കോവിഡ് കാലത്ത് സേവനം ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതാണ്. ഖത്തറിൽ അവിടെ ഈ കോവിഡ് കാലത്ത് ഭക്ഷണ വിതരണമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് സംഗതികൾ, ഖത്തർ ഗവൺമെന്റിന്റെ അംഗീകാരം, ഖത്തർ ചാരിറ്റിയുടെ അംഗീകാരം ഒക്കെ അതുവഴി ലഭിക്കുകയുണ്ടായി. അപ്പൊ ആ അർത്ഥത്തിൽ പോകുന്നിടത്തെല്ലാം സ്വന്തമായിട്ടുള്ള ഈ തരത്തിലുള്ള സേവനം പരിപാടികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നതുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. അബ്ദുള്ളക്ക, സൗദത്ത, അതുപോലെ തന്നെ സൗത്തന്റെ ആങ്ങള ഷമീം, അതുപോലെ തന്നെ ടച്ചിലെ ഓരോ ആൾക്കാരും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ ഒരു പ്രചോദനത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വളരെ ശക്തമായ ഒരു പ്രചോദനത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സൗത്തന്റെ പെങ്ങളുണ്ട് സൈനബ, അതുപോലെ തന്നെ നൂർജാനത്ത ഉണ്ട്, മർവാനുണ്ട്, ഹമീദ് ഖാൻ ഉണ്ട്. ടച്ചുമായി ബന്ധപ്പെട്ട് മുസ്തഫാന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു. എല്ലാ ആളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഒരൊറ്റ പ്രചോദനത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൽ നിൽക്കുന്നത്. അത് പടച്ച തമ്പുരാന്റെ വജ്ഹ് മാത്രമാണ്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക് പ്രതീക്ഷിക്കുന്നില്ല. അബ്ദുള്ളക്ക പിന്നെ എന്നോട് പറയാനുള്ളത് എന്തെങ്കിലും ഒരു ആശംസ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതം അങ്ങനെയാണ്. ഫോട്ടോ ഉദ്ഘാടന സെഷൻ മുമ്പിൽ അങ്ങനെയുള്ള സംഗതികൾക്ക് വളരെ നിർബന്ധിച്ചിട്ടാണ് നേരത്തെ തന്നെ ഇവിടെ കയറി നിന്നിട്ടുള്ളത്. കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഖുർആൻ, ഹദീസ്, ഇസ്ലാമിക വിഷയങ്ങളിൽ കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിൽ നിന്ന് കിട്ടിയത് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. വയത് പറയാൻ കഴിയാത്തതുകൊണ്ടൊന്നല്ല, പക്ഷെ ഇങ്ങനെയുള്ള ഒരു പരിപാടി ആഗ്രഹിക്കാത്ത അങ്ങനെ ഉള്ളൊരു പ്രകൃതമാണ് എന്നതുകൊണ്ടാണ് മാറി സദസ്സിൽ പോയി ഇരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന വേണം. അള്ളാഹു താലയുടെ മുമ്പിൽ ആഫിയത്തുള്ള ദീർഘായുസ്സിനു വേണ്ടിയിട്ടും ഇത്തരം സൽക്കർമ്മങ്ങൾ കബൂൽ ചെയ്യുന്നതിനു വേണ്ടിയിട്ടുമുള്ള പ്രാർത്ഥന വേണം. ഇനിയും ഒട്ടേറെ അശരണരായ പ്രയാസം സഹിക്കുന്ന ആളുകൾക്ക് ഭക്ഷണ കിറ്റുകളായിട്ടും മരുന്നായിട്ടും
പാർപ്പിടമായിട്ടും അങ്ങനെയുള്ള എല്ലാത്തരം സഹായങ്ങളായിട്ടും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധികൾ വല്ലാതെ വന്നു മുട്ടുമ്പോൾ അദ്ദേഹത്തെ സമീപിക്കാറുണ്ട്. ആ എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾക്ക് സാധ്യമാകും വിധമുള്ള അവസരങ്ങൾ ഉണ്ടാകണം. എല്ലാ അർത്ഥത്തിലുമുള്ള ഐശ്വര്യം ബർക്കത്തും ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല ഇത് സ്വീകരിക്കുമാറാകട്ടെ. സലാമാഷക്കും അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളവർക്കും ഒക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമുക്ക് പ്രിയപ്പെട്ട പലരും കടന്നുപോയവരാണ്. അള്ളാഹു അവർക്കൊക്കെ എല്ലാ അർത്ഥത്തിലുമുള്ള ഹൈറ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, അഭിവാദ്യങ്ങൾ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.